രേണുവിന്റെ കേസിൽ രേണു കാണിച്ച അതിബുദ്ധിയാണ് രേണുവിന് ഇന്നലെ ഒരു വാണിംഗ് കിട്ടുന്നതിന് കാരണമായത്. രേണുവിന്റെ വീഡിയോ കണ്ടപ്പോ തന്നെ അതിൽ നമുക്കൊരു അസ്വാഭാവികത തോന്നാൻ കാരണം രേണു പറയല്ല, ഞാനെന്താ ബിഗ് ബോസിൽ പോവാണ്, ഞാൻ അകത്ത് കയറിയിട്ട് എന്റെ ഗെയിം എങ്ങനെയാവുന്നെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ മാക്സിമം നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വോട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. ശരിക്കും രേണുവിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രേണുവോ രേണുവിന്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കാരണമാണ് ഇത് സംഭവിച്ചത്. രേണു ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ രേണു പോകുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയും നോമിനേഷനിൽ വരുമെന്ന് ഉദ്ദേശിക്കുകയാണ്. കാരണം ബിഗ് ബോസ് ആണല്ലോ, രേണുവിനാണെങ്കിൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, അകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് രേണുവിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കും. അപ്പൊ അവര് വിചാരിക്കുന്നു എല്ലാ ആഴ്ചയും ഞാൻ നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് ഓരോ ആഴ്ചയിലും നോമിനേഷനിൽ വരികയാണെങ്കിൽ എങ്ങനെ വോട്ട് ചോദിക്കാം എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കാണ്. ഗൈസ്, ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, സോ എന്നെയും സൂചിച്ചേട്ടനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അടുത്ത രണ്ടാമതൊരു വീഡിയോ എടുത്തു വെച്ചേക്കും, ഹായ് ഫ്രണ്ട്സ്, ഞാൻ രണ്ടാമത്തെ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി രേണു ഫിനാലെ വരെ എത്തിയെന്ന് വിചാരിക്കാം. ഫിനാലെ വരെ എത്തുമ്പോഴുള്ള വീഡിയോ രേണു എടുത്തു വെച്ച് കാണും. അതായത് അതും ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പ്രേക്ഷകരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഞാനിപ്പോ അവസാന ആഴ്ച ഫിനാലെ വീക്ക് വരെ എത്തി നിൽക്കുകയാണ്, പ്ലീസ് നിങ്ങൾക്ക് എന്നോട് ഈ ഉള്ള സപ്പോർട്ട് നിങ്ങൾ തുടരണം, എന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം, ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, നിങ്ങളിൽ ഒരാളാണ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനത്തെ ഒരു സാധനം വരെ എടുത്തു വെച്ചിട്ടായിരിക്കണം രേണു പോയിട്ടുണ്ടാവുക. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുമ്പോ അവര് പുറത്ത് ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. എന്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്. അതായത് ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇത് പണി പാടുമല്ലോ എന്നാണ്. കാരണം സോഷ്യൽ മീഡിയ നന്നായിട്ട് അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാവും, അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ പല പല കളികളെ കുറിച്ചും അറിയാത്തവര്, PR വർക്കുകളെ കുറിച്ച് അറിയാത്തവര്, അവരുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമ്പോ ഈ കുട്ടിയല്ലേ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത്, അവര് പിന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുക ഈ ആഴ്ച നോമിനേഷനിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇത് എന്തോ തരികട പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു സംശയം ബിഗ് ബോസിന് മേലെ വരുന്നതിന് കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബോസും ലാലേട്ടനും ഇത് തെറ്റാണെന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ച ആരായിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുക? നമുക്ക് മത്സരത്തെ മാത്രം വിലയിരുത്തി പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അനുമോള് നോമിനേറ്റഡ് ആണ്, ആര്യൻ നോമിനേറ്റഡ് ആണ്, ഗിസേല് നോമിനേറ്റഡ് ആണ്, നെവിൻ നോമിനേറ്റഡ് ആണ്, രഞ്ജിത്ത് നോമിനേറ്റഡ് ആണ്, രേണു നോമിനേറ്റഡ് ആണ്, ശാരിക നോമിനേറ്റഡ് ആണ്, ശൈത്യ നോമിനേറ്റഡ് ആണ്. ഇത്രയും പേര്, അതായത് ഏകദേശം 8 പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. ഈ ആഴ്ചത്തെ നോമിനേഷനിൽ പുറത്തു പോകാൻ സാധ്യത ആർക്കാണ്? ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അനുമോള് ഈ ആഴ്ചത്തെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും അനുമോളുമായി കൂടെ ബന്ധപ്പെട്ടാണ്. എല്ലാ എപ്പിസോഡിലും സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് അനുമോള്. പുറത്തു പോകേണ്ട ആളെയല്ല, അനുമോളെ പുറത്താക്കാനും പാടില്ല. അനുമോൾ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. അനുമോൾക്ക് കുറെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാ മനുഷ്യരെയും പോലെയുണ്ട്, ബട്ട് അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അടുത്തത് നമ്മുടെ ആര്യന്റെ കേസാണ്. ആര്യൻ അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആര്യൻ ഇനിയും കുറെ കൂടെ ബിഗ് ബോസിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു മത്സരാർത്ഥിയാണ്. അതായത് ആര്യന്റെ ആ ഒരു ഫുൾ ഒരു ക്യാരക്ടർ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയും ആര്യൻ കുറേയേറെ പുറത്ത് വരാനുണ്ട്. സോ ആര്യൻ അല്ലെങ്കിൽ തന്നെ ആര്യൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സാധ്യത വളരെ കുറവാണ് പുറത്തു പോകാൻ. ഗിസേല് ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് ഓഫ് ആയി പോവുകയും ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വളരെയധികം കാണാത്ത അവസ്ഥയിലും ആയിരിക്കും. ബട്ട് ഓക്കെ എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ. ഇടയ്ക്ക് 1-2 ദിവസം ഗിസേലായിരുന്നു മെയിൻ, എന്നാൽ പിന്നെ അങ്ങോട്ട് ആളെ കാണാനുമില്ല. അങ്ങനെയൊക്കെയാ. നെവിന് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് ചെയ്യാറുണ്ട്. ഈ സീസണിൽ ഒരുപാട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. ഓൾറെഡി വീക്കെൻഡ് എപ്പിസോഡിൽ പോലും അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് നെവിൻ പുറത്തു പോകാൻ ചാൻസ് ഒന്നുമില്ല. അടുത്തത് നമ്മുടെ ശാരികയാണ്. ശാരികയുടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്കേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു ഇമോഷണൽ സൈഡ് എല്ലാ മനുഷ്യർക്കും എന്നതുപോലെ ശാരികയ്ക്കുമുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. പുറത്തു പോകാൻ ചാൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. അടുത്തത് ശൈത്യ, രഞ്ജിത്ത്, ഇവര് രണ്ടുപേരുമാണ്. ഇതില് എനിക്ക് ഈ നോമിനേഷനിൽ വന്നതിൽ കുറച്ച് വീക്കായിട്ട് തോന്നിയത്, പുറത്തേക്ക് നിൽക്കുന്നു എന്ന് തോന്നിയത്, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വീക്ക് എന്ന് ചോദിച്ചാൽ അത് ശൈത്യയാണ്. അത് കഴിഞ്ഞാൽ രഞ്ജിത്താണ്.
രഞ്ജിത്ത് പക്ഷെ ബിഗ് ബോസിനകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചില ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഏത് ലെവൽ വരെ ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവരിൽ ഒരാൾ പോകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത, ശൈത്യ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിത്ത്. കാരണം ഇവർ രണ്ടുപേരുമാണ് നോമിനേഷനിൽ വന്നതിൽ ബിഗ് ബോസിനകത്തുള്ള ഒരു ഗെയിം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം പേരും പ്രതീക്ഷിച്ചിരുന്നത് അനീഷിന് വലിയ എന്തോ പണി ഇന്ന് കിട്ടുമെന്ന് തന്നെയാണ്. കാരണം ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും അനീഷിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. അനീഷിനെ പുറത്താക്കിയിരിക്കുമെന്ന് വെല്ലുവിളിച്ചു. ലാലേട്ടൻ ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞ് അപ്പാനി ശരത്ത് ഉൾപ്പെടെയുള്ള ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികൾ അനീഷിനെതിരെ തിരിഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അനീഷിനെതിരെ അവർ തിരിഞ്ഞതിൽ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. അവരെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവരെ വകവയ്ക്കാതെ, അവരെ റെസ്പെക്ട് ചെയ്യാതെ അവർക്കെതിരെ കളിക്കുന്ന ഒരാളോട് അവരങ്ങനെയൊക്കെ പെരുമാറൂ. പിന്നെ അതിന്റെ തീവ്രതയൊന്ന് കുറയ്ക്കാം. ഇത്രയും ദേഷ്യത്തിന്റെ ആവശ്യമില്ല, വെറുപ്പിന്റെ ആവശ്യമില്ല. തിരിച്ച് അനീഷിനെതിരെ ഗെയിം കളിക്കാൻ അവർ ശ്രമിച്ചാൽ മാത്രം മതി. രണ ഫാത്തിമയും ഷാനവാസും ഒക്കെ അനീഷിനെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് മിടുക്ക് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അനീഷിനെ അങ്ങോട്ട് ഇവർ വിചാരിച്ചാൽ പ്രവോക്കിക്കാൻ പറ്റും. ആ രീതിയിൽ നൈസായിട്ട് ഗെയിം കളിക്കാവുന്നതേ ഉള്ളൂ. ശത്രുതയുടെയും വെറുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പുറത്തിറങ്ങി കേസ് കൊടുത്ത് അകത്താക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അനീഷ് ഒരു സാധാ ഗെയിമറാണ്. പക്ഷെ അയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അയാൾക്ക് ഗെയിമിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അവിടെ നിൽക്കുന്ന പലർക്കും അതില്ല. അനീഷ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പലരും കിഡ്നി കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതാണ് പ്രശ്നം. അതായത് അനീഷ് ഗെയിമറെ പോലെ കളിക്കുമ്പോൾ അവരൊക്കെ വൈകാരികമായിട്ട് ഗെയിം കളിക്കുന്നു. ഈ ഷോയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. അനീഷ് ചില സമയത്ത് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. വെറുപ്പിക്കലാണെങ്കിലും ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുക്കാം. എപ്പോഴും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ പിടിച്ചു പോകാൻ പാടാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അനീഷിനെ പ്രേക്ഷകർ അങ്ങനെ വെറുക്കില്ല. ഈ മുൻപ് പല സീസണുകളിലും പല അനീഷിനെ പോലെ ഗെയിം കളിച്ച കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകർ വെറുത്ത സംഭവങ്ങളുണ്ട്. പക്ഷെ അനീഷിന്റെ കേസിൽ ആളുകൾ അനീഷിനെ വെറുക്കാൻ പോകുന്നില്ല, അനീഷിനെ മടുക്കാനും പോകുന്നില്ല. അത്രയും ആറ്റിറ്റ്യൂഡ് ഇട്ട് കലിപ്പ് കാണിച്ച് ആരോടും മിണ്ടാതെ പല പല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിന്റെ ഒരു ചെറിയ ചിരി മതി ആളുകളെ പെട്ടെന്ന് അങ്ങ് തണുത്തു പോകും. അനീഷിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്കത് തോന്നിയ ഒരു കാര്യമാണ്. അനീഷ് വല്ലപ്പോഴേ ചിരിക്കാറുള്ളൂ. പക്ഷെ ചിരിച്ചു കഴിയുമ്പോൾ അയ്യോ എന്ത് പാവം, നിഷ്കളങ്കനായ മനുഷ്യനല്ലേ എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് സാധാരണ തോന്നും. അത് മാത്രമല്ല, അനീഷിന്റെ ഡയലോഗ്, ആ പ്രസന്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഒരേ കാര്യം തന്നെ 3ഉം 4ഉം തവണ പറയുക. എത്ര ഇനി പരിഹസിക്കപ്പെട്ടാലും ഇൻസൾട്ട് ചെയ്യപ്പെട്ടാലും കുലുങ്ങാതെ ആ ഒരു ഉറച്ച നിലപാടോടുകൂടി പോകുന്നൊരു സമയമുണ്ട് അനീഷിന്. ഉദാഹരണത്തിന് ഇന്ന് രാവിലെ അക്ബർ ജയിലിന്റെ ഡോറ് തുറക്കാനായിട്ട് അനീഷിനെ അനുവദിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് പിടിവിട് പിടിവിട് പിടി, പല തവണ അനീഷ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആവുന്നുണ്ട് ആ സമയത്ത്. പക്ഷെ അനീഷ് ആ ശ്രമം ഉപേക്ഷിക്കില്ലെന്നേ. അല്പനേരം മാറും, വീണ്ടും വരും. ഇതേ കാര്യം തന്നെ ജയിൽ ഓപ്പൺ ചെയ്യുക ഒരു ഉദാഹരണമാണ് കേട്ടോ. ഇതേ സാധനം 5 തവണ പറയും. 5 തവണ പറയുമ്പോൾ ഒരു സെറ്റായി, പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും വരും, വീണ്ടും 5 തവണ പറയും. ഈ രീതിയിലാണ് അനീഷ് പോകുന്നത്. അതായത് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അത്ഭുതം തോന്നി, ഒരാഴ്ച ഈ മനുഷ്യൻ ആരോടും ഒരു ബന്ധവും സ്ഥാപിക്കാതെ, ആരോടും ഈ കുശലം പറയാനോ അവരെ കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചറിയാനോ ഒന്നിനും ശ്രമിക്കാതെ, ഒരു ചർച്ചകളിലും പോയി പങ്കെടുക്കാതെ എങ്ങനെയാണ് ആ മനുഷ്യൻ 5ഓ 6ഓ ദിവസം അവിടെ നിന്നു എന്നുള്ളതാണ്. ഒരാളോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു തരത്തിലുമുള്ള റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും എതിരായിട്ട് നിന്ന് ഗെയിം കളിക്കുന്നു. ആരോടും ഫേവററ്റിസം ഇല്ല, ആരോടും പ്രത്യേക മമതയില്ല, ഏതെങ്കിലും ഒരാളോട് മാത്രമായിട്ട് അങ്ങനെ ഭയങ്കരമായ ശത്രുതയുമില്ല. അയാൾക്കെതിരെ വരുന്നവരോട് അയാൾ അതേ നാണയത്തിൽ ഡീൽ ചെയ്യുന്നു. അതേ സമയത്ത് അയാളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണെങ്കിലും അയാളുടെ കണ്ണിൽ അയാൾക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ കണ്ണിലാണ്. ചിലപ്പം എനിക്ക് അയാൾ ചെയ്യുന്നത് ശരിയായിട്ട് തോന്നില്ല കേട്ടോ, പക്ഷെ അയാളുടെ കണ്ണിൽ അയാൾക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാള് വളരെ പരുഷമായി തന്നെ റിയാക്ട് ചെയ്യുന്നു. ആ രീതിയിലാണ് അയാൾ ആ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത്. വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് വീട്ടിലെ പലരും നിസ്സാരമായിട്ട് അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റും, അവർക്ക് ഉറപ്പായിട്ടും തെറ്റും. ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. അവർ അനീഷിനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അനീഷ് അവരുടെ പലരുടെയും കസേര തെറിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.